പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യ ഏകദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തന്റെ കരുണകളും മനോണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. OBS ഫോറം, ഓർത്തഡോക്സ് ബൈബിൾ സ്റ്റഡി ഫോറം, 191 എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദമായി സ്വാഗതം. ഓർത്തഡോക്സ് ബൈബിൾ സ്റ്റഡി ഫോറം ഈ എപ്പിസോഡിലൂടെ ദൈവം മനുഷ്യനെ ശരിയായ ദിശയിലേക്ക് നയിക്കുന്നതിനെ കുറിച്ച്, എന്നാൽ മനുഷ്യൻ ദൈവം കാണിക്കുന്ന വഴിയിൽ നിന്ന് തെറ്റിപ്പോവുകയും അത് ദൈവികമല്ലാത്ത അവസ്ഥയിൽ പര്യവസാനിക്കുകയും ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക. ലോകമെമ്പാടും ഏറ്റവും പ്രശസ്തമായ ഒന്നാണ് GPS. ഗൂഗിൾ മാപ്പ് GPS വഴി നമ്മൾ പോകേണ്ട സ്ഥാനത്തേക്ക് നമ്മെ നയിക്കുന്നു. ഈ കാലഘട്ടം അതൊരു പ്രത്യേകതയാണല്ലോ. പക്ഷേ അല്പം സിഗ്നൽ തെറ്റുകയോ വഴിയൊന്ന് ചെറുതായിട്ട് മാറിപ്പോവുകയോ ചെയ്യുമ്പോൾ GPS പോലും തെറ്റായ വഴിയിലേക്ക് അല്ലെങ്കിൽ ശരിയല്ലാത്ത പാതയിലൂടെ നമ്മെ നയിക്കുന്നതും നാം അനുഭവിച്ചിട്ടുള്ള പ്രതികൂലമാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനത്തിങ്കൽ തൻ്റെ പുൽത്തൊട്ടിയിലേക്ക് വിദ്വാൻമാരെ ആകർഷിക്കുവാനായി ദൈവം ഒരുക്കിയ GPS സംവിധാനമായിരുന്നു കർത്താവിൻ്റെ ജനനത്തിങ്കൽ കിഴക്ക് കണ്ട നക്ഷത്രം. ആ നക്ഷത്രം പോകേണ്ട വഴി കാണിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം ദൈവം ഒരുക്കിയ ദൈവിക സംവിധാനമാണ്. അതത്രേ ദൈവത്തിൻ്റെ GPS എന്ന രീതിയിൽ ഇവിടെ നാം ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ആ വിഷയം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ നക്ഷത്രത്തെ പിൻപറ്റി രാജകുമാരനെ അന്വേഷിച്ച് ചെന്ന് അവന് കാഴ്ചകൾ സമർപ്പിക്കുവാനായി പുറപ്പെട്ട വിദ്വാൻമാർ വഴിതെറ്റി രാജകൊട്ടാരത്തിൽ ചെന്ന് ചേരുകയും ശിശുവിനെ കുറിച്ച് അന്വേഷിക്കുകയും ചെയ്യും. എന്നാൽ ഇവിടെ അവരുടെ ബുദ്ധി, അവരുടെ ശാസ്ത്രീയ ജ്ഞാനം പരാജയപ്പെടുകയാണ്. ആ പരാജയം അവർ സ്വന്തം യുക്തിയിൽ ആശ്രയിച്ചതുകൊണ്ട് സംഭവിച്ചതാണ്. അങ്ങനെ സ്വന്തം യുക്തിയിൽ ദൈവം കാണിച്ച വഴിയെ ഉപേക്ഷിച്ച് രാജാവായി പിറന്നവൻ രാജകൊട്ടാരത്തിലാണ് പിറക്കുക എന്ന യുക്തിയിൽ അവരാശ്രയിക്കുകയും അവർ തെറ്റായ സ്ഥാനത്ത് ചെന്നെത്തുകയും ചെയ്യും. അവിടുന്ന് അവർക്ക് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പുൽത്തൊട്ടിയിലേക്ക് അവരെ നയിക്കുവാൻ തക്കവണ്ണം അതേ നക്ഷത്രം അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്. ഈ ദൈവിക ദിശാസൂചിക നക്ഷത്രം അവർക്ക് മുമ്പായി നടക്കുമ്പോൾ അതിനെ പിൻപറ്റുകയും പുൽത്തൊട്ടിയിൽ ചെന്ന് പൈതലായ യേശുവിനെ അമ്മയായ മറിയാമിനോടുകൂടെ കണ്ട് അവന് കാഴ്ചകൾ അർപ്പിച്ച് അവനെ വന്ദിക്കുന്ന രംഗം എത്രയോ മനോഹരമാണ്. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, ഇന്ന് ദൈവിക ദിശാസൂചകങ്ങളെ ഒക്കെയും മറികടന്ന് ശാസ്ത്രത്തിൻ്റെയും മനുഷ്യ ബുദ്ധിയുടെയും പിൻബലത്തിൽ മനുഷ്യൻ വളരെയേറെ ദൈവിക പാതയിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നാം തിരിച്ചറിയണം. മദ്യവും ലഹരിയും
ഇന്ന് മനുഷ്യനെ ദിശ തെറ്റിക്കുന്നതായ വസ്തുതകളായി നിലനിൽക്കുകയാണ്. പൈതങ്ങൾ മുതൽ യുവാക്കളും വൃദ്ധന്മാരും വരെയും ഈ ലഹരിയുടെ സ്വാധീനത്തിന് വിധേയപ്പെട്ട് ശരിയായ ദിശ നഷ്ടപ്പെട്ടവരായി ലോകത്തിൻ്റെ ഊടുവഴികളിലും തിന്മയുടെ പാതയിലും വീണുപോകുന്നു. ഇങ്ങനെ വീഴാതിരിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ നടത്തുന്ന വഴികളെക്കുറിച്ച് നാം ഗ്രഹിക്കുകയും ആ വഴികളിൽ ഉറച്ചു നിന്നുകൊണ്ട് ദൈവസന്നിധിയിലേക്കുള്ള നമ്മുടെ പ്രയാണം തുടരുകയും ചെയ്യുവാൻ 2025 ക്രിസ്മസിൻ്റെ നാളുകളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും വഴി നടത്തട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നാം നമ്മുടെ ബുദ്ധിയിലും യുക്തിയിലും ആശ്രയിച്ചുകൊണ്ട് ദൈവത്തെ അന്വേഷിക്കുമ്പോൾ അവനായിരിക്കുന്ന സ്ഥാനത്ത് ചെന്ന് കാണുവാൻ നമുക്ക് സാധ്യമാകാതെ പോകും. ആകയാൽ യേശുക്രിസ്തുവിൻ്റെ ജനനത്തെങ്കിൽ വിദ്വാൻമാർക്ക് ദിശാസൂചകമായി പ്രത്യക്ഷപ്പെട്ട അതേ പ്രകാശം, ആ ദൈവിക പ്രകാശം, അന്ധകാരത്തിൽ നമ്മെ വഴി നടത്തുന്ന യഥാർത്ഥ പ്രകാശമായി ഉൾക്കൊള്ളുവാനും അതിനെ പിൻപറ്റുവാനും ദൈവിക സമാധാനത്തിലേക്ക് കടന്നു വരുവാനും എല്ലാവർക്കും സംഗതിയാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മോട് കൂടെ. ഇമ്മാനുവേൽ സർവ്വലോകത്തിനുമായി അറിയിച്ച ആ സന്ദേശം ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനമെന്ന ആ ദൈവിക അറിയിപ്പ് നമ്മുടെ കുടുംബജീവിതത്തിലും വ്യക്തിജീവിതത്തിലും അനുഭവമാക്കി വരുവാനായി നമ്മെ തന്നെ കർത്താവിൻ്റെ പുൽത്തൊട്ടിയായി സമർപ്പിക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇതുവരെയും ശ്രദ്ധിച്ച ഏവർക്കും നന്ദി. തണ്ണിക്കോട്ടച്ചൻ.